സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാണുന്ന ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ മലയും ഈ ഒഴുകുന്ന പുഴയും അവിടെ തീരത്തുള്ള ഈ മരങ്ങളും സസ്യങ്ങളും ജന്തുജാലങ്ങളും മനുഷ്യരുമെല്ലാം ദൈവം സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നുമാണ്. ഇല്ലായ്മയുടെ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഭൗതികമായ ലോകത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം ആഗ്രഹിച്ചപ്പോൾ അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഇതെല്ലാം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിലുള്ള കാര്യങ്ങളാണ് വചനത്തിലൂടെ സൃഷ്ടിച്ച് അവിടുന്ന് മനുഷ്യർക്ക് അധിവസിക്കാനായിട്ട് ഈ ഭൂമിയെ ഒരുക്കി തന്നത്. ഭൂമി മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനെയും ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നീട് എന്തായിട്ട് മാറി? ഭൗതിക ലോകമായിട്ട്, ഭൗതിക ലോകത്തിലെ സൃഷ്ടികളായിട്ട് മാറി. എങ്ങനെയാണത് മാറിയത്? അവിടുത്തെ വചനത്തിലൂടെയാണ് അത് ഭൗതിക ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ട പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും തന്നെ ദൈവത്തിൻ്റെ തിരുമനസ്സിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സ് എന്ന് പറയുന്ന ഒരു ഇടം അതുണ്ട്. അതിനെയാണ് നമ്മൾ ബൈബിളിലൊക്കെ പറയുന്നത് സ്വർഗീയ ഇടം, സ്പിരിച്വൽ തലം എന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത ആ തലത്തിൽ നമുക്ക് വേണ്ട സകല കാര്യങ്ങളുമുണ്ട്. ദൈവത്തിൻ്റെ തിരുമനസ്സാണത്. അവിടെ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ ആഗ്രഹിച്ച്, പ്രാർത്ഥിച്ച്, വിശ്വസിച്ച്, ചോദിച്ച്, അന്വേഷിച്ച്, മുട്ടി വിളിച്ച് നാം സ്വന്തമാക്കണം. അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ആ ഇടം, ദൈവത്തിൻ്റെ തിരുമനസ്സ്, ദൈവം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല നന്മകളും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവിടെയുണ്ട്. അവിടെ നിന്നും അതിനെ നമ്മൾ കൈനീട്ടി എളിമയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥന എന്ന ആപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്വീകരിക്കണം. അപ്പോൾ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ദൈവ തിരുമനസ്സ് ആത്മീയ ലോകത്തിൽ, ആത്മീയ തലത്തിൽ നമുക്കായി ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഭൗതിക ലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മൾ കൊണ്ടുവരണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്കൊരു വീട് വേണമെങ്കിൽ ആ വീട് ദൈവത്തിൻ്റെ തിരുമനസ്സിലുണ്ട്. നമുക്കൊരു ജോലി വേണമെങ്കിൽ ആ ജോലി ദൈവത്തിൻ്റെ തിരുമനസ്സിലുണ്ട്. നമുക്ക് സാമ്പത്തികമായ ഒരു അനുഗ്രഹം വേണമെങ്കിൽ അത് ദൈവത്തിൻ്റെ മനസ്സിൽ അതുണ്ട്. അവിടെ നിന്നും അതിനെ ഈ ദൃശ്യലോകത്തിലേക്ക്, ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത് ഈ നമുക്ക് കാണാനാകാത്ത ആ ഒരു സ്വർഗീയ ഇടത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ വിശ്വസിച്ച് നമ്മൾ നമ്മുടെ ഈ ഭൗതിക ലോകത്തിലേക്ക്
കൊണ്ടുവരണം. പ്രാർത്ഥനയിലൂടെ നമുക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ടൊരു ബോറടി ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. എനിക്ക് വേണ്ട അനുഗ്രഹം ദൈവത്തിൻ്റെ തിരുമനസ്സിലുണ്ട്. അത് അവിടെ നിന്ന് ഞാൻ കൈനീട്ടി സ്വീകരിക്കണം. നമുക്ക് അവിടെ നിന്നും ആ അനുഗ്രഹങ്ങൾ ഒപ്പിച്ചു തരുന്നത് ആരാണ്? മാലാഖമാരാണ്. അപ്പോൾ ഈ മാലാഖമാരെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കൂടുതൽ വിശുദ്ധിയുള്ളവരാകുക, വിശ്വാസമുള്ളവരായിട്ട് മാറുക, എളിമയുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തടസ്സമൊന്നും കൂടാതെ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ, ദൈവ തിരുമനസ്സിലുള്ള അനുഗ്രഹങ്ങൾ ഭൗതിക തലത്തിലേക്ക്, കാണപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ബോധ്യം. അപ്പോൾ എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ തിരുമനസ്സിൽ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്ത ഒരു തലത്തിലുണ്ട്. അവിടെ നിന്നും എനിക്കത് കിട്ടും എന്നുള്ള ആ ഒരു വിചാരമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ വളരാം. നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ഈ ദൈവത്തിൻ്റെ തിരുമനസ്സ് ആകുന്ന ഇടത്തിൽ, സ്വർഗീയ ഇടത്തിൽ, ആത്മീയ തലത്തിൽ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് കൈനീട്ടി ദൈവസന്നിധിയിലേക്ക് എളിമയോടെ മക്കളെപ്പോലെ, ശിശുക്കളെപ്പോലെ കൈകളുയർത്തി ചോദിച്ച് വാങ്ങുന്നതിനെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന അതുകൊണ്ട് ഒരിക്കലും ഒരു ബോറടിക്കുന്ന വിഷയമാകരുത്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ, സ്വർഗം കളയുന്ന കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ നമുക്ക് കിട്ടുകയില്ല. സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് വിടുതൽ, അത്യാവശ്യം നല്ലൊരു ഭവനത്തിൽ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം, ജീവിതാവശ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, മീറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു നല്ല ജോലി, ഇതൊക്കെ നമ്മൾ സ്വർഗത്തിൽ എത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചോദിക്കും. അപ്പോൾ തീർച്ചയായും നമുക്ക് ദൈവ തിരുമനസ്സിൽ നിന്നും, ഇല്ലായ്മയിൽ നിന്നും ഈ ഭൗതികതയിലേക്ക് ഈ അനുഗ്രഹങ്ങളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥന എന്ന ടൂളിനെ, ആപ്പിനെ വളരെ കാര്യമായിട്ട്